ഇക്കഴിഞ്ഞ രണ്ടാഴ്ച ക്രൈസ്തവർക്കെതിരെ വ്യാപക ആക്രമണങ്ങളാണ് ഇന്ത്യയിലെങ്ങും. കേരളത്തിലും ഒരു കലോത്സംഗത്തിന് നേരെ RSSന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ക്രിസ്മസ് സീസണിൽ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുകൂടിയില്ല. ജബൽപൂരിൽ കാഴ്ചാപരിമിതിയുള്ള ഒരു ക്രൈസ്തവ വനിതയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് BJPയുടെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ്. കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന് CBCI കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ BJP-കാരനായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് ഡൽഹിയിൽ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് വിരുന്നൊരുക്കുകയാണ്. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിലെ അജണ്ട എന്താണെന്ന് പരിശോധിക്കുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്ന അജണ്ട? അമിത്ഷാ രക്ഷിക്കുമോ ഇന്ത്യയിലെ ക്രൈസ്തവരെ? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി ഇടത് സഹയാത്രികൻ ലാൽകുമാർ, ക്രിസ്ത്യൻ കൗൺസിൽ പ്രതിനിധി കെനഡി കരിമംഗാല, അൽമായ മുന്നേറ്റം പ്രതിനിധി റിജു കാഞ്ഞുകാരൻ, കോൺഗ്രസ് വക്താവ് നൌഷാദ് അലി എന്നിവർ. ആദ്യം ലാൽകുമാർ, ഈ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടാകും. ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്നുണ്ടാവും. അപ്പോഴാണ് സഭാ നേതാക്കൾ ജോർജ് കുര്യൻ്റെ വിരുന്നിൽ പങ്കെടുക്കുന്നത്. എന്താണ് ഇത് നൽകുന്ന സന്ദേശം? ഈ മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് 2014 ശേഷം രാജ്യത്ത് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനു മുമ്പ് ഒരു വാം ആൻഡ് കോഡിയൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സർക്കാരുകൾ തന്നെ അതിന് ഈ പറയുന്ന ആൻറ്റഗണൈസിങ് പൊസിഷനിലേക്ക് സമൂഹത്തെ എത്തിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം നടത്തുന്ന ശീലമില്ല. ഇപ്പോൾ നോക്കൂ, പോലീസ് ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഈ പറയുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂൺസിന് അനുകൂലമായിട്ട് നിൽക്കുന്നതാണ് പല ഘട്ടങ്ങളിലും നമ്മൾ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് 2 നൺസിനെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ് നമ്മൾ കണ്ടതാണ്. കിഡ്നാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാണ് അന്ന് ചാർജസ് ഇട്ടിരുന്നത്, നമ്മൾ ഓർക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവിടുന്ന് വലിയ പ്രതിഷേധ സ്വരം, ജനാധിപത്യ സമൂഹത്തിൻ്റെ വലിയ പ്രതിഷേധ സ്വരം ഉണ്ടാകുകയും അതിനനുസരിച്ച് അവർ പിന്നെ അവരെ വിടുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ഈ ക്രിസ്ത്യൻ പോപ്പുലേഷനെതിരെ നടക്കുന്ന ഈ പറയുന്ന വിഷയങ്ങൾ നമ്മൾ പെട്ടെന്ന് നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മുസ്ലിം പോപ്പുലേഷനെതിരെയും വലിയ രീതിയിൽ ഈ പറയുന്ന ആക്രമണങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതേതാണ്ട് ഒരു സ്വാഭാവികമായ കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ഒരു പ്രൊസഷൻ നടക്കുകയാണെങ്കിൽ ഈ പറയുന്ന പള്ളി മൂടണം, പള്ളി അടച്ചു വെക്കണം എന്നൊക്കെ പറയുന്ന എത്രയോ സാഹചര്യങ്ങൾ. എന്നുവെച്ചാൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾക്ക് രാജ്യത്ത് താമസിക്കാൻ, സമാധാനമായി താമസിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ആ മെയിൻ ഭാഗത്തിലേക്ക് വരാം. നോക്കൂ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു കുറേ ആൾക്കാർ, ഇപ്പോൾ പറഞ്ഞ മതമേലധ്യക്ഷന്മാർ, അവർ ചെയ്യുന്ന ഒരു രീതി ഈ പറഞ്ഞ അമിത്ഷായെ പോയി കാണുന്നു, ജോർജ് കുര്യനെ പോയി കാണുന്നു. അവരൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് എത്തുന്നത് ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ രക്ഷിക്കാനാണെന്നുള്ള ധാരണ എനിക്ക് ഒരിക്കലുമില്ല. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. അതിന് കാരണം നോക്ക്, ഇവർ വന്ന് കുറേ സംസാരിക്കുന്നു, അലുവയും ബോണ്ടയും തിന്നിട്ട് തിരിഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞാൻ ഉറപ്പിച്ച് പറയും, നിങ്ങൾ അജിംസ് ആലോചിക്കേണ്ട കാര്യമാണ്. ഛത്തീസ്ഗഡിൽ 2 നൺസിനെ അറസ്റ്റ് ചെയ്തു ആണല്ലോ. ആ നൺസിന് പകരം ഒരു ഓർഡിനറി ക്രിസ്ത്യൻ ആയിരുന്നു നിൽക്കട്ടെ, ഒരു മിഷണറി വർക്കുമായിട്ട് പോകുന്ന. ഇപ്പം നോക്കൂ, ആർട്ടിക്കിൾ 25-ഉം 26-ഉം ഫ്രീഡം ഓഫ് റിലീജിയൻ തന്നിട്ടുണ്ട്. അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഈ രാജ്യത്തുണ്ട്. അങ്ങനെ പോകുന്ന 2 പേരാണെന്നിരിക്കട്ടെ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു അവർക്ക് ബെയിലും കിട്ടത്തില്ല, അവരും കൊണ്ട് വരത്തുമില്ല. ഇത്രയും പ്രതിഷേധവും ചിലപ്പോൾ ഉണ്ടാകുന്നു വരില്ല. ഇതൊരു സത്യമാണ്. കാര്യം അത് നൺസ് ആയതുകൊണ്ട് ഈ പറയുന്ന ഇവരുടെ ഹയർ എഷ്ലോണിലുള്ള ആൾക്കാർ പെട്ടെന്ന് ഇടപെടുകയും പെട്ടെന്ന് അമിത്ഷായെ വിളിക്കുന്നു, ജോർജ് കുര്യനെ വിളിക്കുന്നു. അങ്ങനെ ആക്സസ് ഉള്ളതുകൊണ്ടാണ്. ആക്സസ് ഇല്ലാത്ത എത്രയോ മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. എത്രയോ പേര് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ വിഷയത്തിന് ശേഷം നമ്മൾ കണ്ടത്, അതിന് ഒരു ആഴ്ച കഴിഞ്ഞപ്പം ഓടിച്ചിട്ടടിക്കുന്ന സീനുകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പം BJPയോ അല്ലെങ്കിൽ സംഘപരിവാറോ ചെയ്യുന്നത്, ഇവരങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവരെ ഒന്ന് പ്ലക്കേറ്റ് ചെയ്യാനായിട്ട്, ഒന്ന് പാസിഫൈ ചെയ്ത് വിടാനായിട്ട് ഇവർ കുറേ കാര്യങ്ങൾ പറയും. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിലേക്ക് മാറും. ഇതേ ചർച്ച നമ്മൾ നേരത്തെ നടത്തിയല്ലേ. ഇതേ ചർച്ച നോക്കൂ, BJPയുമായിട്ട് ചേരുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയും, അല്ല BJPയുമായിട്ട് ചേരുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നൊരു വിഭാഗം ആൾക്കാർ പറയും. അവർ വലിച്ചു നിർത്തി കുനിച്ചു നിർത്തി ഇടിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം ഞങ്ങൾ പറയും ഞങ്ങളുടെ പ്രതിഷേധമാണെന്ന് പറയും. ആ പ്രതിഷേധം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് വീണ്ടും അമിത്ഷായുടെ അടുക്ക പോയി ചായയും വടയും കഴിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇടി മേടിക്കും. ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇടി മേടിക്കുന്നതിനകത്ത് കാര്യത്തിൽ പോലും എനിക്കൊരു സംശയമില്ല. എനിക്കും അജിംസിനും ഇവിടെ ഇരിക്കുന്ന ആർക്കും
ഒരു ഭൂരിപക്ഷ മതരാഷ്ട്രത്തിന്റെ ചിന്തയുള്ള ഒരു രാഷ്ട്രീയം ഭരിക്കുന്ന ഒരു നാട്ടിൽ എനിക്കും അജിംസിനും ഒക്കെ ഇപ്പം കോൺഗ്രസിന്റെ പ്രതിനിധി അവർക്കൊക്കെ അടികിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് ചോദിച്ചു മേടിക്കാൻ, നമ്മൾ അതിനെ എതിർക്കാൻ, ഇങ്ങനെ ഒരു അപകടം നമ്മുടെ മുന്നിലുണ്ട് എന്ന് വ്യക്തമായ മനസ്സിലാക്കിയ ശേഷവും ആ രാഷ്ട്രീയത്തോട് ചേർന്ന് അധികാരത്തുമായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് ഉള്ള ശ്രമം നടത്തുന്ന ഒരു വിഭാഗം ഇവിടെ വന്നുവിട്ടിട്ടുണ്ട്. അതിനെ എതിർക്കുന്ന ഒത്തിരി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ബിഷപ്സിനെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അധികാരത്തോട് ചേർന്ന് നിൽക്കാനും ഒക്കെയുള്ള, ഇവരെ പാസിഫൈ ചെയ്ത് നിർത്താനും ഒക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ട്. കേരളത്തിലെ പല സന്ദർഭങ്ങളിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇനിയും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് BJP ചെയ്യാൻ പറ്റില്ല. ഇവർ വിചാരിച്ചിരിക്കുന്ന അമിത്ഷായെ നരേന്ദ്രമോദിയെ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും, അവർ ഏതെങ്കിലും ചെയ്തു കൊടുക്കുന്ന അവരുടെ അടിസ്ഥാന രാഷ്ട്രീയം ഇല്ലാതാകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇവർ പറയുന്ന ബിഷപ്പുമാരും അല്ലെങ്കിൽ ഇവിടുത്തെ പള്ളിയിലച്ചന്മാരും ഇവിടുത്തെ നൺസും പോയി അവർ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് ഈ പറയുന്ന ആൾക്കാർ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം BJP എന്ന് പറയുന്ന അടിസ്ഥാന രാഷ്ട്രീയം ഇല്ലാതായിരിക്കുന്നു. ഇല്ലാതാക്കിയാൽ മാത്രമേ അവർക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള യാഥാർത്ഥ്യം ഇവരെ ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ KP നൗഷാദ് അലി, ഈ കഴിഞ്ഞു പോയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2000-ലധികം സ്ഥാനാർത്ഥികളെയാണ് BJP ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് മത്സരിപ്പിച്ചത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് നിരാശാജനകമായിരുന്നു. അവരെന്താണോ ലക്ഷ്യം വെച്ചത് അതിനടുത്ത് എത്തിയില്ല എന്ന് മാത്രമല്ല, വലിയ തിരിച്ചടി അത്തരം മേഖലകളിൽ ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ടും ഇപ്പോൾ നോക്കൂ, റാഫേൽ തട്ടിൽ പിതാവ് ഈ ക്രൈസ്തവർക്കെതിരായ രാജ്യത്തെ ആക്രമണങ്ങൾക്കെതിരെ പറയുന്നത് മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും ജാഗരൂകരാകണം, തീവ്ര മതസംഘടനകൾ ആണ് ആക്രമണം നടത്തുന്നത്. അവിടെ പോലും BJPയോട് നിങ്ങളിത് ചെയ്യരുതെന്ന് പറയാനുള്ള ആർജവം സഭാ നേതൃത്വത്തിന് ഉണ്ടാവാത്തത് എന്തുകൊണ്ടാകും? ഇവിടെ അജിംസെ, ഇത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ തന്നെയാണ് എൻ്റെ അതിയായ ആഗ്രഹം. അതിനു മുമ്പായിട്ട് ഒരു 1-2 കാര്യം വാചകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആക്രമണം എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് അതീവ ഗുരുതരമായ ഒന്നാണ്. കാരണം ഇവിടെ ക്രിസ്തുമസ് ആണ്. അത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷവും ദിനവുമാണ്. അത് നടത്താൻ പാടില്ല എന്ന് ശഠിക്കുന്ന ഒരു വിഭാഗം തെരുവുകൾ കൈയടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എത്രമാത്രം നിർഭാഗ്യകരമാണെന്നൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സംസ്ഥാനം, ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് UP. ആ സംസ്ഥാനത്ത് ലീവ് ക്രിസ്തുമസ് ലീവ് റദ്ദാക്കി എന്നൊരു വാർത്ത കണ്ടിട്ടുണ്ട്. അത് വാസ്തവമാണെങ്കിൽ അത് അത്യന്തം ഗൗരവം അർഹിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇതൊക്കെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ലോകമെങ്ങും ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്തുമസ്. അതിനിടയിൽ ഇങ്ങനെ ഉണ്ടാകുന്ന വാർത്തകൾ ഇന്നത്തെ കാലത്ത് വളരെ പെട്ടെന്ന് എവിടെയും എത്തപ്പെടും. അത് നമ്മുടെ ഒരു പരിവേഷത്തിനും യശസ്സിനും ഒക്കെ കളങ്കമാണ് എന്ന് ബന്ധപ്പെട്ട ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് നന്നാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇപ്പൊ ക്രിസ്ത്യൻ ബിഷപ്പുമാരൊക്കെ ഇവിടെ ചെന്ന് കാണുന്നതിനെ കുറിച്ചും സൽക്കാരം സ്വീകരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേൾക്കാനിടയായി. അതിൽ എനിക്ക് ഒന്നാമതായിട്ട് ഒന്ന് പറയാനുള്ളത്, ഈ ബിഷപ്പുമാരുടെ കാര്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് പറയാനുള്ളത്, ഈ കാസ പോലുള്ള സംഘടനകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് BJPക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരോടല്ല ഞാൻ പറയുന്നത്. ഏതെങ്കിലുമൊക്കെ സത്യക്രിസ്ത്യാനികൾ അതിനകത്ത് അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ BJP അല്ലെങ്കിൽ ഈ 2014 ശേഷമുള്ള ഭരണകൂടം പ്രതിനിധാനം ചെയ്യുന്നത് ഒരു വംശീയ രാഷ്ട്രീയമാണ്. ആ വംശീയ രാഷ്ട്രീയത്തിന്റെ സ്വാഭാവിക ഇരകളാണ് അവരൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ച മാതിരിയുള്ള ഇവിടുത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങളൊക്കെ. അപ്പൊ അത്തരം ദിശയിലുള്ള ആക്രമണങ്ങളെയൊന്നും ഒരു കാരണം കൊണ്ടും ചെറുക്കാൻ കഴിയില്ല. നിങ്ങൾ ഇവിടെ എന്ത് പാദസേവയോ അല്ലെങ്കിൽ എന്ത് സഹായമോ ഒക്കെ നടത്തിയാലും മറ്റൊരു വശത്ത് അവർക്കത് ബാധകമല്ല, അവരത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതാണ് ഈ വംശീയ രാഷ്ട്രീയത്തെ എതിർക്കാൻ മുഴുവൻ വിശ്വാസികളൊക്കെ മുന്നോട്ട് വരേണ്ടതുണ്ട്. ജനാധിപത്യ ബോധമുള്ള മനുഷ്യർ മുന്നോട്ട് വരേണ്ടതുണ്ട്. മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. എന്റെ അഭിപ്രായത്തിൽ BJP പാർട്ടിയിൽ 2014 മുമ്പുള്ള കാലത്തൊക്കെ സജീവമായിരുന്ന ഒരുപാട് ആളുകൾക്കൊക്കെ ഈ രാഷ്ട്രീയം മോശമാണെന്ന അഭിപ്രായമുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള ഒരു അഭിപ്രായത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കാസ പോലെ ഇപ്പോഴും ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ആളുകളെയൊക്കെ കൈയൊഴിയാൻ യഥാർത്ഥ സത്യക്രിസ്ത്യാനികൾ തയ്യാറാകേണ്ട ഒരു സമയമാണിത് എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ബിഷപ്പുമാരുടെ കാര്യം, ബിഷപ്പുമാരെ സംബന്ധിച്ചിടത്തോളം അവർ സമുദായത്തിന്റെ നേതാക്കളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമുദായത്തിന്റെ താല്പര്യങ്ങളും ഭാവിയൊക്കെ ഉറപ്പാക്കാൻ വേണ്ടി സാമഭേദ ദാനദണ്ഡങ്ങളൊക്കെ പ്രയോഗിക്കേണ്ടി വരും. കാരണം അവരുടെ കയ്യിലാണ് അതിന്റെ നേതൃത്വമുള്ളത്. കാലത്തിന്റെ വെല്ലുവിളികളെ അവർ അവരുടേതായ രീതിയിൽ നേരിടുന്നു എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അല്ലാതെ ബിഷപ്പുമാരെ കുറ്റം പറയാൻ ഞാനിവിടെ തയ്യാറാകുന്നില്ല. എന്ന് മാത്രമല്ല,
വോട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രതിഫലിക്കുകയില്ല എന്ന് അടിവരയിട്ട് എഴുതി വെച്ചോളൂ അജിംസെ. ഇവിടെ മലബാർ മാത്രമല്ല UDF-ന് പിന്തുണച്ചത്, അതിൽ എറണാകുളമുണ്ട്, കോട്ടയമുണ്ട്, പത്തനംതിട്ടയുണ്ട്, ഇടുക്കിയുണ്ട്. വളരെ ശ്രദ്ധേയമായ ആ ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഉരുത്തിരിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ഇത്തരത്തിലുള്ള അപായങ്ങളെ തടുത്തു നിർത്താനുള്ള കൂട്ടായ ശ്രമങ്ങൾ അതെല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒരുമിച്ച് ചേർന്ന് നിർവഹിക്കേണ്ടതുണ്ട് എന്നുകൂടി പറയാൻ ഞാൻ എന്റെ അവസരം പ്രയോജനപ്പെടുത്തുന്നു. അത് പിണറായി വിജയനെ പോലുള്ള ആളുകളല്ല അതിന്റെ പ്രതിനിധികൾ. ഞാനിതിൽ അനാവശ്യ രാഷ്ട്രീയം കയറ്റല്ല, ഞാനത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഇനിയും ഒരു ഇടതു ഭരണത്തെയോ പിണറായി ഭരണത്തെയോ ഒന്നും താങ്കളുടെ കേൾപ്പ് മതേതര കേരളത്തിനില്ല, ജനാധിപത്യ കേരളത്തിനുമില്ല. അതുകൊണ്ട് ഇടതുബോധമുള്ളവരും എല്ലാ മനുഷ്യരും ചേർന്ന് ഇത്തരത്തിലുള്ള വർഗീയതക്കെതിരായിട്ട് വലിയ ശബ്ദമുയർത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ ക്രിസ്മസിൽ പോലും കടന്നു കയറുന്ന വംശീയ രാഷ്ട്രീയത്തിനെതിരായിട്ട് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതിൽ ഈ കാസയിൽപ്പെട്ടുപോയ ആളുകളോടാണ്. മുമ്പ് ഹിറ്റ്ലറുടെ കാലത്ത് പിന്നെ ജർമ്മൻ നാഷണൽ ജ്യൂസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു മാക്സ് നോമാനും ബെഞ്ചമിൻ ഫ്രോഡ്മാനും ഒക്കെ ആയിരുന്നു അതിന്റെ നേതാക്കൾ. അവരൊക്കെ ഹിറ്റ്ലർക്ക് ഹല്ലേലൂയ പാടിയ ആളുകളായിരുന്നു ആദ്യഘട്ടത്തിൽ. അവസാനം ഹിറ്റ്ലർ പിന്നെ തന്റെ ഇരകളെയൊക്കെ തീർത്ത് തുടങ്ങിയപ്പോൾ ആദ്യം പിടികൂടിയത് അവരെയായിരുന്നു. അപ്പൊ ചരിത്രമൊക്കെ ഓർത്തിട്ട് വേണം നിങ്ങൾ പിന്നെ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടാൻ എന്നൊരു അഭ്യർത്ഥന കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ജിംസ്. ശരി, ശ്രീ റിജു കാഞ്ഞൂക്കാരൻ, ഇവിടെ ഒരു വശത്ത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഉത്തരേന്ത്യയിലെ ഏതോ ഗ്രാമങ്ങളിലൊക്കെ ഏതെങ്കിലും പള്ളികൾ ആക്രമിക്കപ്പെടുന്നുണ്ടാകും. ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളിൽ പകുതി പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോഴാണ് സഭാ നേതൃത്വം ഇപ്പോൾ മന്ത്രി ജോർജ് കുര്യൻ്റെ വിരുന്നിൽ പങ്കെടുക്കുന്നത്. അവിടെ പോലും ഇന്ന് CBCI പുറത്തിറങ്ങുന്ന പ്രസ്താവനയിൽ പോലും CBSEയുടെ PRO ആവശ്യപ്പെടുന്നത് ബഹുമാന്യനായ അമിത്ഷാജി ഇത് നീതി നടപ്പാക്കണം, നിയമം നടപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ പോലും BJPയോട് RSSനോട് നിങ്ങളിത് ചെയ്യരുതെന്ന് പറയാനുള്ളൊരു ആർജവം സഭാ നേതൃത്വത്തിന് ഉണ്ടാവാതെ പോകുന്നത് എന്തുകൊണ്ടാണ് റിജു? തീർച്ചയായും അജിംസ് പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കഴിഞ്ഞ വർഷവും എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്, ഇന്നേ ദിവസം തന്നെ 23-ാം തീയതി ഇതേ സമയത്ത് തന്നെ സ്റ്റുഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുക. അന്നും ഇതേ വിഷയങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങളുടെ ക്രൈസ്തവ നേതൃത്വം പലപ്പോഴും കണ്ടുപഠിക്കുന്നില്ല, കൊണ്ടിട്ടും പഠിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഇവർ ആദ്യം കേക്കുമായി വന്നു, ഇവർക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും കേട്ടു. ഞങ്ങളുടെ മെത്രാന്മാരും ഞങ്ങളുടെ സഭാ നേതൃത്വവും അവരെ സ്വീകരിച്ച് ആനയിച്ചു. പിന്നീട് ഇവർ ആശംസ കാർഡുകളുമായി വന്നു, അപ്പോഴും ഇവരെ സ്വീകരിച്ച് ആനയിച്ചു. കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ സംഭവം ഉണ്ടായി, അപ്പോഴും ഞങ്ങൾ ഇതിനെക്കുറിച്ച് വിമർശിച്ചു. പക്ഷേ അവർ ആ ദിവസങ്ങളിൽ 1-2 ദിവസങ്ങളിൽ ഒരു മയത്തിലൊരു പ്രതിഷേധ പ്രസ്താവന ഇറക്കി പ്രശ്നം അവസാനിപ്പിക്കുകയാണ്. പാലക്കാട് ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷവും കരോൾ പരിപാടിക്ക് തലേ ദിവസങ്ങളിൽ ഇവർ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ കണ്ടു, കരോൾ നടത്തിയവരെ ഓടിച്ചിട്ടടിച്ചു. ഇതൊന്നും കണ്ടിട്ട് പഠിക്കാത്ത സഭാ നേതൃത്വം പലപ്പോഴും ഒരു സമന്വയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ വാക്കുകളിലൂടെ ആരെയും വേദനിപ്പിക്കാതെ, ആരെയും കൊള്ളിക്കാതെ, ആരെയും ഡയറക്റ്റ് പറയാതെ ഇത്തരത്തിലുള്ള ഒരു പുറത്തെ ഒരു സർക്കുലർ വഴി വിശ്വാസികളെ പറ്റിക്കാമെന്ന് കരുതരുത്. കാരണം കത്തോലിക്ക സഭ ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷത്തിലാണ്. വളരെ കുറച്ച് കാലങ്ങളായി ഭാരതത്തിൽ നോർത്ത് ഇന്ത്യയിൽ പതുക്കെ ആരംഭിച്ചു. ഇപ്പോൾ കേരളത്തിലും ഇത് സ്ഥിരമായിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു ചാനലിൽ ഒരു വീഡിയോ കണ്ടത്, ക്രിസ്മസിൻ്റെ അന്ന് ഹോളിഡേ എന്ന് പറയരുത് എന്നാണ്. ഹോളി എന്ന വാക്ക് ക്രൈസ്തവികമാണ്, ഹോളിഡേ എന്നല്ല പറയേണ്ടത്. അത് നമ്മളുടെ ദിവസമല്ല. അതുകൊണ്ട് ഹോളിഡേ എന്ന വാക്ക് പോലും അന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഹോളിഡേ എന്ന വാക്ക് ക്രിസ്ത്യാനികളുമായി ക്രിസ്ത്യൻ വാക്കുമായി ബന്ധപ്പെട്ടതാണ് ഹോളി എന്ന വാക്ക്. അതുകൊണ്ട് ഹോളിഡേ എന്ന വാക്ക് പോലും ഉപയോഗിക്കരുത് എന്ന് കൊച്ചുകുട്ടികളെ ഒരു സാർ പഠിപ്പിക്കുകയാണ്. മറ്റൊരു കഥ, ഇതിപ്പോൾ ഞാൻ അല്പം വൈകിയാണ് വന്നത്. മറ്റൊരു അന്ധയാ സ്ത്രീയോട് ഒരു BJPയുടെ പ്രമുഖയായ ഒരു നേതാവ് അഞ്ജു ഭാർഗവ എന്നിട്ടോ അവരുടെ പേര്, അവർ പറയുന്നു, നിങ്ങൾ ഈ ക്രൈസ്തവ വിശ്വാസവുമായി മുന്നോട്ട് നടന്നാൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി മുന്നോട്ട് പോയാൽ നിങ്ങൾ ഈ ജന്മത്തിലല്ല അടുത്ത ജന്മത്തിലും അന്ധയായി തുടരുമെന്ന് പറഞ്ഞ് അവരെ മർദ്ദിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പോലീസിൻ്റെ മുമ്പിൽ വെച്ചാണ് ചെയ്യുക.
ഇതൊന്നും കണ്ടിട്ട് ഇത് BJP ആണ് അല്ലെങ്കിൽ BJP സംഘപരിവാർ സംഘമാണ് ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവരല്ല ഞങ്ങളുടെ ക്രൈസ്തവ നേതൃത്വം. പക്ഷേ അവർ എന്തിനെയോ ഭയപ്പെടുന്നു, എന്തൊക്കെയോ മറയ്ക്കാനുള്ളത് കൊണ്ടോ എന്തൊക്കെയോ പേടിക്കാനുള്ളത് കൊണ്ടോ അവർ അവരുടെ പ്രസ്താവനകളും അവരുടെ പ്രതിഷേധങ്ങളും ഒരു മയത്തിൽ ഒരു തലത്തിൽ പോവുകയാണ്. തൊട്ട് മുമ്പ് കാസയെക്കുറിച്ച് പറഞ്ഞു. ഈ കാസ എന്ന സാധനം രൂപം കൊടുക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ അതിൻ്റെ പിറകിലുള്ള ആളുകൾ, സംഘപരിവാർ ശക്തികൾ, അവരുടെ ഹിഡൻ അജണ്ട ഇതൊക്കെ എന്താണ് എന്ന് ഇവിടുത്തെ ക്രൈസ്തവ നേതൃത്വത്തോട് കൃത്യമായി തുറന്നു കാണിച്ചിരുന്നതാണ്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ഇവർ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് എവിടേക്കാണ്, ഇവരുടെ നിലപാട് എന്താണ്, ഇവർ ക്രൈസ്തവ സമൂഹങ്ങളിൽ കടന്നു വന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്. മുസ്ലിം വിരുദ്ധത മാക്സിമം ജനങ്ങളിലേക്ക് കുത്തിവെപ്പിച്ച് ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് കടന്നു കയറാൻ നടത്തുന്ന ഈ ശ്രമത്തെ തിരിച്ചറിയണം. ക്രൈസ്തവരും മുസ്ലിം വിഭാഗവും തമ്മിൽ മതപരമായ ഒരു അകൽച്ച ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമം മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ പ്രതികരിക്കേണ്ടത് മുസ്ലിം സമുദായത്തോടോ ഹിന്ദു മതത്തോടോ അല്ല, അവിടുത്തെ വർഗീയവാദികൾ, അതായത് തീവ്രവാദ ചിന്താഗതിയുള്ളവരോടാണ്. അല്ലാണ്ട് മുഴുവൻ ഹിന്ദുക്കളും സംഘപരിവാർ അനുകൂലികളാണ് നിലപാടൊന്നും ക്രൈസ്തവർക്കില്ല, എനിക്കില്ല, ഒരാൾക്കും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് മുസ്ലിം സമുദായത്തോട് നമ്മുടെ നിലപാട്. അത്തരത്തിലുള്ള ആളുകളോട്, അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളോട് നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിൽ വിരോധമില്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? ക്രൈസ്തവരെയും മുസ്ലിമുകാരെയും തമ്മിൽ മാക്സിമം ഒരു വിഷം കുത്തിവെക്കുന്ന പോലെ അത്തരത്തിലുള്ള നിലപാടുകൾ പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഷോൺ ജോർജ് നൽകിയ ഒരു അഭിമുഖം ഞാൻ കേട്ടതാണ്. എന്തുകൊണ്ട് KC വേണുഗോപാൽ നോർത്ത് ഇന്ത്യയിലെ ക്രൈസ്തവ പീഡനത്തെക്കുറിച്ച് പറയുന്നു, എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നില്ല? അത്തരത്തിലുള്ള വിഡ്ഢിത്തരമായ ചോദ്യങ്ങളും വിഡ്ഢിത്തരപരമായ നിലപാടുകളും കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ രംഗത്ത് വരികയാണ്. ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന BJP സംഘപരിവാർ ആക്രമണത്തെക്കുറിച്ച് പറയുന്നതിന് എതിരെ അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ട് പറയുന്നൊരു വാചകമാണ് എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന്. അപ്പോൾ എറണാകുളം നമ്മുടെ കത്തോലിക്ക സഭ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഭാരതത്തിൽ നേരിടുന്ന ഈ വർഗീയ സംഘപരിവാർ അക്രമങ്ങൾ കൃത്യമായി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കാനും ലോകതലത്തിൽ തന്നെ ഐക്യരാഷ്ട്രസഭയിലായാലും ലോക ഏജൻസികളുടെ മുമ്പിലായാലും കൃത്യമായി ക്രൈസ്തവ സമൂഹം ഇവരെ നേരിടുന്ന പ്രശ്നങ്ങളെ കൃത്യമായി തുറന്നു കാണിക്കാവുന്ന തരത്തിലുള്ള പ്രതിഷേധവും പരിപാടികളുമായി ക്രൈസ്തവ നേതൃത്വം മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യവും ഞങ്ങളുടെ ആഗ്രഹവും. അത് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ് ഞങ്ങളുടെ നേതാക്കന്മാരോട് കഴിഞ്ഞ വർഷവും പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. കാരണം ഇവർ ജബൽപൂർ മറന്നു പോകുന്നു, ഛത്തീസ്ഗഡ് മറന്നു പോകുന്നു, മണിപ്പൂർ മറന്നു പോകുന്നു. ഇവരൊക്കെ ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ കാര്യങ്ങൾ മറന്നു പോകുന്നു. ഇന്ന് തന്നെ ഈ മെത്രാന്മാർ ജോർജ് കുര്യൻ്റെ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് സംഘപരിവാറുമായി മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ട് ഇന്ന് പോലും ഈ ഇത്തരത്തിൽ നിങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഞങ്ങൾ ഈ വിരുന്ന് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയ വേദനയോടെയാണ് ഇവിടെ പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ശരി, ശ്രീ കെന്നഡി കരിമ്പങ്കാല പലപ്പോഴായി പറയുന്ന ഒരു നറേറ്റീവ് ഇന്ന് ജോർജ് കുര്യൻ്റെ അത്താഴ വിരുന്നിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിരുന്നിൽ പങ്കെടുത്ത സഭാപിതാക്കളോട് പറയുണ്ടായി. അതായത് ഈ ആക്രമണങ്ങളെപ്പറ്റി അന്വേഷിക്കും, ഈ ആക്രമണങ്ങളുടെ പിന്നിൽ അജണ്ട എന്താണെന്ന് പരിശോധിക്കും എന്ന്. അതായത് ഈ ആക്രമണം നടത്തിയിട്ടുള്ള ഏതോ ഒരു അജണ്ട പ്രകാരമാണ്, അതിൽ ആ അജണ്ടയിൽ സംഘപരിവാറിനോ BJPക്കോ ഒന്നും ബന്ധമില്ല. അപ്പോൾ ആ അജണ്ട എന്തിൻ്റെ ഭാഗമാണ്? ഇത് സാധാരണ കെന്നഡിയുടെ ഒരു തിയറിയാണ്. ഈ ക്രിസ്മസ് കാലത്ത് വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഈ ഒരു അജണ്ട കെന്നഡിയും കാണുന്നുണ്ടോ രാജീവിനെ പോലെ? ജിംസ്, ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഈ വിഷയമെന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിൽ ക്രിസ്മസിൻ്റെ തടസ്സപ്പെടുത്തിയതും UPയിൽ ക്രിസ്മസ് നിരോധിച്ചു എന്നൊക്കെ പറയുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വലിയ പ്രചരണം കേരളത്തിൽ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. എനിക്ക് അതിശയം തോന്നുകയാണ്, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കേരളം മാത്രം ഇങ്ങനെയായി പോകുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ? വിദ്യാഭ്യാസം ഉണ്ടായി ഇവിടെയാണ് കൂടുതൽ ചർച്ച നടക്കുന്നത്, വാർത്ത വരുന്നതിന്റെ കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള സംസ്ഥാനമാണ് കേരളം, അതുകൊണ്ടായിരിക്കും.
ഇവിടെയാണ് വിദ്യാഭ്യാസം ഉള്ളവരും പത്രം കാണുന്നവരും ടി വി കാണുന്നവരും ഉള്ളത്. അത് ഞാൻ അതുകൊണ്ടാണ്. ശരി കെന്നഡി പറയൂ. അല്ല, അത് ആ പറഞ്ഞത് വളരെ തെറ്റാണ്. കാരണം ബാക്കിയുള്ള സ്റ്റേറ്റിലെ ക്രിസ്ത്യാനികൾ മണ്ടന്മാരാണെന്നും വിഡ്ഢികളാണെന്നും ഒക്കെ അവിടെ നിന്ന് റിജുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞാൽ അങ്ങനെയല്ല കെന്നഡി. ആളുകൾ ചിരിക്കുകയും കെന്നഡി, കേരളത്തെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവർക്ക് സ്വന്തമായ മാധ്യമങ്ങളില്ല. അവർ സാമ്പത്തികമായി മുന്നോക്കമുള്ള വിഭാഗങ്ങളല്ല. അവർക്ക് കേരളത്തെ പോലെ വിദ്യാഭ്യാസമുള്ള സ്ഥലങ്ങളല്ല അതൊന്നും. ഛത്തീസ്ഗഡ് ആവട്ടെ, മധ്യപ്രദേശ് ആകട്ടെ, UP ആവട്ടെ, സ്വാഭാവികമായിട്ടും ഏതാണ്ട് 20% ജനസംഖ്യയുള്ള ക്രൈസ്തവരുള്ള കേരളത്തിൽ ഇത് കൂടുതൽ ചർച്ചയാവുകയും കൂടുതൽ പ്രതിഷേധം ഉണ്ടാവുകയും കൂടുതൽ ഡിസ്കഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അതിൽ അസ്വസ്ഥപ്പെടുന്നത് എന്തിനാണ് കെന്നഡി? അസ്വസ്ഥപ്പെടുകയല്ല. കാരണം അജിംസ് തന്നെ ഇപ്പൊ പറഞ്ഞു 20% കേരളത്തിൽ ക്രിസ്ത്യാനികളുണ്ടെന്ന്. 90% ഉള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ 4 or 5 ഉണ്ട് അജിംസെ. അതുകൊണ്ട് അതിലൊന്നും എന്നോട് ജനസംഖ്യ അത്ര വരില്ലല്ലോ. കേരളത്തിലെ എണ്ണം ഞാൻ ശതമാനം എന്ന് പറയുന്നത് 3.5 കോടിയുടെ 20% എന്നാ പറഞ്ഞത്. 10 ലക്ഷത്തിന്റെ 90% എന്നല്ല. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഇനി കടന്ന് ഉരുളാം, പറഞ്ഞിടത്ത് നിന്ന് ഉരുളാം. ഞാൻ ഉരുണ്ടു. ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ എണ്ണം ക്രൈസ്തവരുള്ള സംസ്ഥാനം കേരളമാണ്. ഇനി അതിൽ നിന്ന് മാറ്റമില്ലല്ലോ. ഇനി പറയൂ, എന്തിനാണ് അങ്ങനെ അസ്വസ്ഥപ്പെടുന്നത് ചർച്ചയാവുമ്പോൾ? ഞാൻ അതിനെ എതിർക്കുന്നില്ല. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ലോകത്ത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പാകിസ്ഥാൻ കെന്നഡി പറഞ്ഞു വരുന്നത് എന്താണ്? ഇതൊന്നും ചർച്ചയെ ചെയ്യരുത്. ഇന്ത്യയിലെ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന വാർത്തയൊന്നും മാധ്യമങ്ങൾ കൊടുക്കരുത്. അതേക്കുറിച്ച് ചോദ്യം ഉന്നയിക്കരുത്. BJPയെ ചോദ്യം ചെയ്യരുത്. കേന്ദ്ര സർക്കാരിനോട് ചോദ്യം ഉന്നയിക്കരുത് എന്നാണോ കെന്നഡി കരിമികാല പറയുന്നത്? കെന്നഡിയുടെ പ്രശ്നം എന്താണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ അജിംസേ, നിങ്ങളിപ്പോ ഈ ക്രിസ്ത്യാനികളുടെ എണ്ണവും ഒക്കെ പറയുന്നപ്പോൾ ഞാൻ പച്ചയ്ക്ക് അങ്ങോട്ട് ചോദിക്കുകയാണ്. ലോകത്തിൽ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പാകിസ്ഥാനൊപ്പം മുസ്ലിം ജനതയുള്ളത് ഇന്ത്യയിലാണ്. അവരെ പോലെ സംരക്ഷിതരായ, അവരെ പോലെ സുരക്ഷിതരായ, അവരെ പോലെ സന്തോഷമായ ജീവിതം നയിക്കുന്ന മുസ്ലിംസ് പാകിസ്ഥാനിലുണ്ടെന്ന് അജിംസിന് നെഞ്ചിത്തൊട്ട് പറയാൻ കഴിയുമോ? ഇന്ത്യൻ മുസ്ലിങ്ങളൊക്കെ ഈ ഭരണകൂടത്തിന് കീഴിൽ സംതൃപ്തരും സുരക്ഷിതരുമാണെന്ന് കെന്നഡി തീരുമാനിച്ചാൽ മതിയോ? സത്യം പറയൂ, അല്ലല്ല, കെന്നഡി തീരുമാനിച്ചാൽ മതിയോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളൊക്കെ സുരക്ഷിതരും സന്തുഷ്ടരും സംതൃപ്തരുമാണെന്ന്? ഇല്ല. കെന്നഡിയാണ് അവരുടെ കെന്നഡി ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ പറയാം? ഞാൻ ചോദിക്കുകയാണ്, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളൊക്കെ സുരക്ഷിതരും സംതൃപ്തരും സന്തുഷ്ടമാരുമാണെന്ന് കെന്നഡി ഏത് ആധികാരിക രേഖയുടെ അടിസ്ഥാനത്തിലാണ് വാദിക്കുന്നത്? കെന്നഡി അത് പറയും. അല്ല, ഇന്തോനേഷ്യയിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെ കാര്യം പിന്നെ നോക്കാം. ഇന്ത്യയിലെ കാര്യം പറയാം. ഇന്ത്യയിലെ ന്യൂനപക്ഷം സുരക്ഷിതരും സന്തുഷ്ടരും സംതൃപ്തരുമാണെന്ന് ഏത് രേഖയുടെ, ഏത് കണക്കിന്റെ, ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് കെന്നഡി പറയുന്നത്? പാകിസ്ഥാനിലെ മുസ്ലിംസിനെ ഞാൻ പാകിസ്ഥാനിലെ ഇന്തോനേഷ്യയിലെ ആളുടെ കാര്യം നോക്കുന്നില്ലെന്നേ. എനിക്ക് ഇന്ത്യൻ ഭരണഘടനയാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രത്യേക അവകാശങ്ങൾ ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അവരുടെ ജീവനും സ്വത്തും അന്തസ്സും സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? കെന്നഡിക്ക് ഉത്തരമുണ്ടോ? വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് പാകിസ്ഥാനേക്കാളും ഞാൻ പാകിസ്ഥാൻകാരനല്ല, ഞാൻ ബംഗ്ലാദേശുകാരനോ ഇന്തോനേഷ്യക്കാരനോ അമേരിക്കക്കാരനോ അല്ല. എന്റെ ചോദ്യം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോടാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഏത് ഡാറ്റയുടെ, ഏത് കണക്കിന്റെ, ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെന്നഡി പറയുന്നത്? ഞാൻ പച്ചയ്ക്ക് പറയാം. ഞാൻ ഇപ്പൊ ഒരു ഡിസർട്ടേഷൻ, നമ്മുടെ ഈ PhDക്ക് തീസിസ് പോലെ ഒരു ഡിസർട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒന്നല്ല 80 ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന, അതായത് ക്രിസ്ത്യാനിയുടെയും മുസ്ലിംസിന്റെയും എടുത്തു പറഞ്ഞു തന്നെ ഞാൻ പറയാം, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ എന്ന് ഞാൻ പറഞ്ഞത് ഞാനൊരു ക്രിസ്ത്യാനിയും അജിംസ് ഒരു മുസ്ലിം എന്നത് തന്നെയാണ്. നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അത്രയും ലോകത്ത് പലർക്കും കിട്ടുന്നില്ല. അതായത് ഇന്ന് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം അത്ര ആവശ്യമില്ല. അത് കുറച്ച് കുറയ്ക്കാം എന്നാണോ കെന്നഡിയുടെ അഭിപ്രായം? 15ഓളം അതിസമ്പന്നരായ മുസ്ലിം, അതൊക്കെ വിടും. എനിക്ക് മറ്റു രാജ്യങ്ങളുടെ കാര്യം കേൾക്കേണ്ടത്. എനിക്ക് മറ്റു രാജ്യങ്ങളിൽ പൗരത്വമില്ല, എനിക്ക് ഇരട്ട പൗരത്വമില്ല. എനിക്ക് മറ്റു രാജ്യങ്ങളിലെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള എന്റെ പ്രശ്നമല്ല. എനിക്ക് എന്റെ അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ എന്ത് ഉറപ്പാണ് കെന്നഡിക്കുള്ളത്? അതിന് എന്ത് ഡാറ്റയാണുള്ളത്? എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകണ്ട. ഇന്ത്യയിലെ കാര്യം പറയൂ. ഇന്ത്യ എന്ന രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വേട്ടയെ കുറിച്ച് സംസാരിക്കൂ. നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് അതാണ്. ഇന്ന് നമ്മുടെ കൺമുമ്പിൽ കണ്ടത് ആരാധനാലയങ്ങൾ കയറി ആക്രമണം നടത്തുന്നു, തെരുവോരങ്ങളിൽ ആക്രമണം നടത്തുന്നു, ക്രൈസ്തവരുടെ വീടുകൾ കത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ലാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം. ഞാൻ പറയട്ടെ, നമ്മൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണം എന്ന് പറഞ്ഞാൽ അത് റവന്യൂ സംബന്ധമായിട്ട് വരുമ്പം അതിന് ഇൻകം എന്ന് അത്
നമ്മൾ വിവക്ഷ ചെയ്യാറുണ്ട്. അസറ്റ് എന്ന് പറഞ്ഞാൽ റിസോഴ്സ് വിത്ത് ഇക്കണോമിക് വാല്യൂ ആണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ഓൾഡ് ആണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻസസ് ആണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ മണി സ്പെൻഡ് ആണ്. സാലറി എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഫോർ എംപ്ലോയി ആണ്. ഡൗറി വരുമ്പോൾ ബ്രൈഡ് പ്രൈസ് ആണ്. ഇങ്ങനെ ഒരേ മണി, പണം എന്നതിനെ ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞാൽ ഒരേ കാര്യം തന്നെ പലരും ഈ നാട്ടിൽ അവതരിപ്പിക്കുന്നു. മീഡിയ വിഷൻ ഒന്ന് പറയുമ്പോൾ മനോരമ മറ്റൊന്ന് പറയുകയും 24 മറ്റൊന്ന് പറയുകയും ചെയ്യുമ്പോൾ ഓരോന്ന് എടുത്തു നോക്കിക്കോളൂ, ഓരോന്നും സത്യമാണ്, ഓരോന്നിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമാണെന്ന് മാത്രം. ഈ കോണ്ടെക്സ്റ്റ് എങ്ങനെ ഉണ്ടാവുന്നു? എല്ലാ ചാനലിനും, അത് മലയാളത്തിൽ നിന്നല്ല, ലോകത്ത് തന്നെ എല്ലാ ചാനലുകൾക്കും നിശ്ചിത താല്പര്യങ്ങളുണ്ട്. അവരവരുടെ ഇൻട്രസ്റ്റിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ചില വിഷയങ്ങളിൽ മാത്രം ചർച്ച ചെയ്യുകയും ചില വിഷയങ്ങളിൽ മാത്രം അജിംസിന് രക്തം ഇങ്ങനെ അങ്ങോട്ട് തിളഞ്ഞ് കടൽ പോലെ വരികയും ചെയ്യും. എന്നാൽ 2 ദിവസം മുമ്പ് ബംഗ്ലാദേശിൽ എനിക്ക് ബംഗ്ലാദേശോ അമേരിക്കയോ യൂറോപ്പോ പാകിസ്ഥാനോ ഇന്തോനേഷ്യയോ ചൈനയോ ഒന്നും എന്റെ പ്രശ്നമല്ല. ദിസ് ഈസ് മൈ കൺട്രി. എന്റെ രാജ്യത്തെ പ്രശ്നമാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്റെ അജണ്ടയാണെങ്കിൽ അത് ചർച്ച ചെയ്യാനേ എനിക്ക് സൗകര്യമുള്ളൂ. കെന്നഡി അല്ല എന്റെ അജണ്ട തീരുമാനിക്കേണ്ടത്. എന്റെ രക്തം നൽകണത് എപ്പോ തീരുമാനിക്കേണ്ടത് ഞാനാണ്. അല്ല, ഞാൻ പറഞ്ഞ അതിന്റെ അജണ്ടയാണ് എനിക്ക്. നിങ്ങൾക്ക് പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഇന്തോനേഷ്യയോ വലുത്, എനിക്ക് ഇന്ത്യയാണ് വലുത്. കേട്ടോ കെന്നഡി, എനിക്ക് ഇന്ത്യയാണ് വലുത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളാണ് എന്റെ പ്രശ്നം. അതാണ് എന്റെ കൺസേൺ. അതിന്റെ ഭരണഘടനാ അവകാശങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഓരോ കോണ്ടെക്സ്റ്റിൽ അവരെ പലരും കെന്നഡിക്ക് ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും പോയി അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചുകൂടെ? എന്തിനാ ഇന്ത്യയിൽ നിൽക്കുന്നത്? നിങ്ങൾക്ക് അവരോടാണ് സ്നേഹമെങ്കിൽ. അല്ല, ഞാനിപ്പം അവിടെ നിന്ന് റിജു വലിയ വായ്ത്താളമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം അജിംസ് തടസ്സപ്പെടുത്തിയല്ലോ. ഇത് കണ്ടില്ലേ നിങ്ങൾ? ജബൽപൂർ അവർ കാണുന്നില്ല, അവര് ഛത്തീസ്ഗഡ് കാണുന്നില്ല, ഇവര് മണിപ്പൂർ അവര് കാണുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഇദ്ദേഹം കേരളം തന്നെ തികച്ച് കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പഠിച്ചു മിടുക്കിയായ ഒരു പെൺകുട്ടിയെ അവാർഡ് കൊടുക്കാൻ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് താടി വെച്ച നിങ്ങളുടെ സമൂഹത്തിലെ ഒരു അപ്പൂപ്പൻ ഇറങ്ങടി കൊടുത്ത് ഇവിടെ ആരാ ഈ സ്റ്റേജിലോട്ട് കയറ്റി വിട്ടത്? ഇനി ആവർത്തിച്ചാൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വായിൽ വിരലിട്ടിരിക്കുന്നു എല്ലാരും. പഴം മിഴുങ്ങി അത് ചർച്ച ചെയ്തില്ല. അത് ചർച്ച ചെയ്തിട്ട് ചർച്ച ചെയ്യുന്നതാണോ? സൗകര്യമില്ല. കെന്നഡി അല്ല എന്ത് ചർച്ച ചെയ്യണം, എന്തിനെ കുറിച്ച് സംസാരിക്കണം തീരുമാനിക്കുന്നത്. എന്റെ ചോദ്യത്തിന് ഉത്തരമെങ്കിൽ പറ. നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ അസ്വസ്ഥനാവുന്നത് എന്തുകൊണ്ടാണ്? പറയൂ. നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ അസ്വസ്ഥനാവുന്നത് എന്തുകൊണ്ടാണ്? അതാണ് എന്റെ ചോദ്യം. അസ്വസ്ഥനാവുകയല്ല, നിങ്ങൾ ഓരോ ഈ ലോകത്തുള്ള മുഴുവൻ വിഷയങ്ങളും നിർത്തി വെക്കുന്നത് അതിൽ ചർച്ച ചെയ്തില്ല. അല്ല, നിങ്ങൾ ആരെയും വായിൽ വിരലിട്ട് എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചാണ്? നിങ്ങൾ ആരെ കുറിച്ചാണ് പറയുന്നത്? യുപിയില് കേട്ടില്ല. നിങ്ങൾ ഈ വായിൽ വിരലിട്ടിരുന്നു ചില വിഷയങ്ങളിൽ എന്ന് പറയുന്നില്ല. ആരെ കുറിച്ചാണ് പറയുന്നത്? വ്യക്തമായ ഒരു മാധ്യമ പ്രവർത്തകൻ അത് മനസ്സിലാവണമല്ലോ. കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പറ. എല്ലാം പച്ചയ്ക്ക് പറയുന്ന ആളല്ലേ കെന്നഡി? അത് പറ, തുറന്നു പറ. നമുക്കത് പ്രത്യേകിച്ച് പറയാം. കാരണം ഒരു ഡിബേറ്റിൽ ഇരുന്ന് അത്തരം നോക്കൂ കെന്നഡി, 10 മിനിറ്റോളം ഞാൻ കെന്നഡിയോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. കെന്നഡി ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയുന്നില്ല എന്ന് മാത്രമല്ല, കെന്നഡി ബംഗ്ലാദേശ് വഴി, പാകിസ്ഥാൻ വഴി, ഇന്തോനേഷ്യ വഴി യൂറോപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചോദ്യത്തിന് മറുപടി. അതിഥികളിലേക്ക് തിരി. ശ്രീ എൻ ലാൽകുമാർ, ഈ കാസയെ കുറിച്ചുള്ള പൊതുവെ പറയുന്നത് 7 ആളുകളും 700 ഐഡികളും സോഷ്യൽ മീഡിയ ഐഡികളും എന്നാണ്. ആ പ്രഭാവം ക്രൈസ്തവ സമൂഹത്തിൽ ഏതാണ്ട് അവസാനിച്ചെന്ന് തോന്നലുണ്ടാക്കുന്നതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതായത് BJP പ്ലേസ് ചെയ്ത 2000-ഓളം ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ പ്ലേസ് ചെയ്തിട്ടും അവർക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിൻ്റെ എണ്ണത്തിൽ നിന്നും വോട്ട് ശതമാനത്തിൽ നിന്നും അവർക്ക് കുറവാണ് ഈ കുറി ഉണ്ടായിട്ടുള്ളത്. പല തദ്ദേശ സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു. ഉദാഹരണത്തിന് പന്തളം. അപ്പോൾ ഈ സാഹചര്യത്തിൽ പോലും, അതായത് ക്രൈസ്തവ സമൂഹത്തിലെ സാധാരണ വിശ്വാസികൾ ഇവരുടെ ഈ ഇടപെടലിനെ അല്ലെങ്കിൽ ഈ കുത്തിത്തിരിപ്പിനെ അംഗീകരിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും അത് സഭാ നേതൃത്വത്തിന് മനസ്സിലാവാത്തത് എന്തിനെ പേടിച്ചായിരിക്കും? അല്ല, ഞാൻ അതിലേക്ക് വരാം. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ മറുപടി പറഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നുന്നു. ആ വോട്ടിൻ്റെ പാറ്റേണുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉറപ്പായിട്ട് ഞാൻ മറുപടി പറയാം. നൗഷാദ് അലി ഇതിനിടെ കൂടെ പിണറായി വിജയൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കൊണ്ടൊട്ടിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ആ ചർച്ചയിലേക്ക് ഇപ്പോഴും ഞാനത് വലുതായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ ഒരു കരോൾ സംഘത്തെ ആക്രമിച്ചതിനകത്ത് CPIM എന്ന് എഴുതിയത് കൊണ്ടാണ് സംഘപരിവാറുകാരനെ ആക്രമിച്ചത് എന്ന കാര്യം മറക്കണ്ട. നമ്മൾ ഈ നടത്തുന്ന ചർച്ച മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന
അതിക്രമത്തിനെതിരെയുള്ള പ്രതികരണമാണ്. കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ പിണറായി വിജയൻ്റെ സർക്കാർ വന്ന ശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പിന്നെ കമ്മ്യൂണൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണൽ ഡൈനാമിക്സ് കേരളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിന് ഒരാൾക്ക് വിമർശനാത്മകമായി ഉപയോഗിക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ ആ പോയിന്റ് നിർത്തുകയാണ്. നൗഷാദ് അലി എടുക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ മറുപടി പറയാം. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കെന്നഡി പറയുന്നത്? കെന്നഡി അടിസ്ഥാനപരമായി നമ്മൾ ഈ പറയുന്ന പൊസിഷനെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ? അടി കിട്ടിയത് ശരിയോ തെറ്റോ? അടി ഇനിയും കിട്ടുമോ ഇല്ലയോ? അടി ഇനിയും മേടിക്കാൻ തയ്യാറാണോ അല്ലയോ? ഇങ്ങനെ തന്നെ തുടരുമോ? മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് തുറഞ്ഞല്ലോ, തുടരുമോ? ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഇന്നലെ കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ചതിൻ്റെ ബംഗ്ലാദേശിൽ ഏതാണ്ട് ചെയ്തതെന്നും പറഞ്ഞ് ഇവിടെ ബഹളമാണ്. നോക്കൂ, ആ കാര്യവും പറയാം. അവിടെയും ഒരു കാര്യം നടക്കാൻ പാടില്ല എന്ന് വേണേൽ പറയാം. നിങ്ങളുടെ മുന്നിലുള്ള ഒരു ചോദ്യത്തിന്, നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നത്തിന് ഉത്തരം പറയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്തിന് വലിയ പ്രസക്തി ഉണ്ടാകുന്നത്. ഞാൻ കെന്നഡി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് എടുത്ത് പറയുന്നില്ല കേട്ടോ. അദ്ദേഹം ഒരു പൊസിഷനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ആ പേര് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. കെന്നഡി എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഈ പ്രശ്നം അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അനുഭവിക്കുന്ന സാധാരണ ക്രിസ്ത്യാനികൾക്കാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നത്. ഇപ്പം ബിഷപ്പിനെ വിളിച്ച് ഞാൻ പറഞ്ഞല്ലോ പരിപ്പുടൻ ചായം കൊടുക്കാൻ മന്ത്രിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ അമിക്കബിളി അത് സെറ്റിൽ ചെയ്ത് പോകും. ഞാൻ അതുകൊണ്ട് എനിക്ക് ബിഷപ്പ് എന്ന് പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അച്ഛനും പട്ടക്കാരെയും ഞാൻ അതുകൊണ്ടാണ് ആദ്യത്തെ കേസിട്ട് പറഞ്ഞ നൺസിൻ്റെ കാര്യം പറഞ്ഞപ്പം നൺസിന് വേണ്ടി ആയതുകൊണ്ടാണ് ഇവിടെ ഉത്തരം ഒച്ച വെച്ചത്. സാധാരണ ഒരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ അവിടെ കിടന്ന അയാൾ തൊഴിൽ വാങ്ങിച്ചേനേയും. ആർക്കാണ് സംശയം? എനിക്കൊരു സംശയമില്ല അജിംസെ. ഈ പറയുന്ന കെന്നഡി കരിമ്പുംകാല ഉൾപ്പെടെയുള്ള കെന്നഡിയും കരിമ്പുംകാല വ്യക്തിയല്ല, കേരളത്തിൽ ഇതേ രീതിയിൽ സംഘപരിവാർ വലിയ രീതിയിൽ ഇവർ പറയുന്ന രീതിയിൽ പുഷ്പിച്ച് വളരുകയാണെങ്കിൽ ഇവരും തൊഴിൽ വാങ്ങിക്കും. എനിക്ക് ഒരു സംശയമില്ല അക്കാര്യത്തിൽ. കാര്യം ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് വർഗീയത നേരിടുന്നതെന്ന് നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കത് കിട്ടുമെന്ന് പറഞ്ഞു തന്നെയാണ് പറഞ്ഞത്. അതിനെ പ്രതിരോധിക്കാനുള്ള വലിയ ശ്രമമാണ് നമ്മൾ നടത്തുന്നതെന്ന് പറയുന്നു. അവിടെ തന്നെ ഒളിപ്പിച്ചുകൊണ്ട് വരുന്ന ഈ പണ്ട് ശ്രീനിവാസന്റെ സിനിമയ്ക്കകത്തില്ലേ നല്ല കവിൾ എന്ന് പറഞ്ഞ അടി മേടിച്ചിട്ട് വീണ്ടും നല്ല ന്യായീകരണം. അവിടെ 10 എണ്ണം കൊടുത്തിട്ട് ഇവിടെ 7 എണ്ണേ കൊടുത്തുള്ളൂ, അതുകൊണ്ട് ഇവിടെ മെച്ചമാണ്. ഏതാ? പാകിസ്ഥാനിൽ ഭയങ്കര പ്രശ്നമാണ്, പാകിസ്ഥാന് 10 തൊഴിയേ കൊടുത്തുള്ളൂ, കേരളത്തിലും ഇന്ത്യയിൽ 7 തൊഴിയേ കിട്ടിയുള്ളൂ. അപ്പം 3 എണ്ണത്തിൻ്റെ മെച്ചം കേരളത്തിലോ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയുന്ന ആ ലോജിക്കിനോട് നമ്മുടെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്ന പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് അതിന് എക്സ്ക്യൂസസ് ആരാ? ഈ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന അതോറിറ്റീസിനെ ന്യായീകരണം ഉണ്ടാക്കി വിടുന്നത് അല്ലേ? നോക്കൂ, കെന്നഡി കരിമ്പുംകാലയുടെ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ് ഈ സഫർ ചെയ്തിരിക്കുന്ന ആൾക്കാർ. ആ സഫർ ചെയ്ത ആൾക്കാർക്കുള്ള ലോജിക്കാണോ കെന്നഡി പറയുന്നത്? അല്ല, അടിച്ചവന് വേണ്ടിയിട്ടുള്ള ന്യായമോ പറയുന്നത്? ഇത്രയേ ഉള്ളൂ. അതാ പറഞ്ഞ എന്നെ അമേരിക്കയെ കൊണ്ടുപോകാം, വാഷിങ്ടൺ ചിക്കാഗോ വഴി കൊണ്ടുപോകുന്ന ഉള്ള ഈ പറയുന്ന മഞ്ഞളിപ്പ് കണ്ടപ്പോഴത്തേന് നല്ല കവിൾ ഒറ്റയടി ഇനിയും ഞാൻ കൊള്ളും. മുരിങ്ങയ്ക്കായ അവിയൽ ഞാൻ അവിടെ വെച്ച് വരുമ്പോൾ തരും. മുരിങ്ങയ്ക്കായ അവിയൽ തിന്നാൻ പോകുന്ന ബിഷപ്പുമാരാന്നേ ഉള്ളൂ. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിനകത്ത് എനിക്കൊരു സംശയമില്ല. അതിപ്പോൾ കെന്നഡി കരിമ്പുംകാല എങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞാലും ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥവും ഞാൻ പറയുന്നതിൻ്റെ സതുദ്ദേശവും ഒക്കെ മനസ്സിലാക്കും. കുറേ നാളുകളായിട്ട് നമ്മളിവിടെ നിൽക്കുകയാണല്ലോ. പിന്നെ നിങ്ങൾ റിവേഴ്സ് ലോജിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ കൗണ്ടർ ലോജിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടത്തേന് ഇങ്ങനെ സംഭവിച്ചോ, ഇവിടുത്തേന് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമോ ഒക്കെ പറയാം. തൊഴിൽ വാങ്ങിക്കും എന്ന് മാത്രമേ എനിക്ക് അതിൻ്റെ കാര്യത്തിൽ പറയാനുള്ളൂ. പിന്നെ താങ്കൾ പറഞ്ഞ ഈ പറയുന്ന വോട്ടിംഗ് പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട് നോക്കൂ, ഞാൻ അതിനെ അപകടകരമായിട്ടാണ് കാണുന്നത്. ഈ പറയുന്ന കാസയുടെ ആൾക്കാർ നിർത്തി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഞാൻ എന്നെ കാണുന്നത്. കാര്യം ഗ്രൗണ്ട് ലെവലിൽ ഈ പറയുന്ന ആൾക്കാർ വലിയ വർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നമ്മുടെ കമ്മ്യൂണൽ ഫാബ്രിക്കിനെ തടയുന്ന രീതിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് വോട്ടിങ്ങിന്റെ റിഫ്ലക്ഷനിൽ മാത്രം നമ്മൾ അതിന്റെ ഒരു സോഷ്യൽ പ്രോബ്ലമായിട്ട് ജയിക്കാം തോക്കാം. ലാൽകുമാർ, അവിടെയാണ് നൗഷാദ് അലി ചൂണ്ടിക്കാട്ടിയ പിണറായി ഫാക്ടർ വരുന്നത്. പിണറായി കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്നു. കേരളത്തിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എന്താണ് നടക്കുന്നതെന്ന് നന്നായി അറിയാവുന്ന ആളാണ് പിണറായി വിജയൻ. അത് നന്നായി അറിയാവുന്ന ആളാണ്. അത് തടയാൻ അയാൾക്ക് കഴിയുന്നില്ല, ആ മുഖ്യമന്ത്രി കഴിയുന്നില്ല എങ്കിൽ നമ്മൾ വാളയാറിൽ കണ്ടതുപോലെ ഏതെങ്കിലും ഛത്തീസ്ഗഡുകാരൻ ഇവിടെ തല്ലിക്കൊല്ലപ്പെടും, ഏതെങ്കിലും കരോൾ സംഘങ്ങൾ ആക്രമിക്കപ്പെടും. ഇതൊന്നും വെറുതെ ഉണ്ടാവുന്നതല്ലല്ലോ ലാൽകുമാർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചുമ്മാ ഏത് വിരുന്നുകാർ വന്നാലും കോഴിക്ക് കിടപ്പ് കൊടുത്തില്ലെന്ന് പറയുന്ന ഒരു പ്രയോഗം നിങ്ങൾ പിണറായി വിജയനെ കൊണ്ട് വെക്കരുത്. ഇത് മര്യാദകേടാണ്. നിങ്ങൾ പറഞ്ഞു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ വാട്സപ്പ് ഗ്രൂപ്പിന് നിങ്ങൾ എത്രായിരം വാട്സപ്പ് ഗ്രൂപ്പിനെ നിങ്ങൾ മോണിറ്റർ ചെയ്യും? പിന്നെ സിറ്റിസൺസിനെ നിങ്ങൾ വിദ്വേഷം വമിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഈ സർക്കാർ എന്ത് കേസാണ് എടുക്കുന്നത്? ആ കേസുകളിൽ എന്ത് തുടർ നടപടിയാണ് എടുക്കുന്നത്?
നോക്കൂ ഇതിനകത്ത് ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾക്ക് ഈ പറയുന്ന ലിറ്റിഗേഷനിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള പരാതി ന്യായമാണെന്നേ. നിങ്ങൾക്ക് പരാതിപ്പെടാം. ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എവിഡൻസ് വരുമ്പോൾ എവിഡൻസിലെ ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്. എത്ര പേരെയാണ് നമ്മൾ ഇപ്പോഴും ലിറ്റിഗേഷന് പുറകെ കോടതി വരാതെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്കറിയാം. നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പിടിച്ച് ജയിലിടാനൊന്നും പറ്റത്തില്ല. എല്ലാവരും പിടിച്ച് ജയിലിടാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ ലോകത്തുള്ള 50,000 പേർക്കെതിരെ കേസെടുക്കുക. അതിനകത്ത് ഹെഡായിട്ട് നിൽക്കുന്ന കുറേ പേർക്കെതിരെ കേസെടുക്കും. അവർക്കെതിരെ ലിറ്റിഗേറ്റ് ചെയ്യും. അത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഡിറ്ററൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് ചെയ്യാനുള്ള വർക്ക് കൃത്യമായി പിണറായി വിജയൻ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾ എല്ലാം ബോധ്യപ്പെടുത്തുക. പിണറായി വിജയനെതിരെ എല്ലാം പറയേണ്ടതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനകത്ത് നിങ്ങൾ പറയുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ കമ്മ്യൂണൽ ഫാബ്രിക്കിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ പിണറായി വിജയൻ ഏതാണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങളുടെ വാദം. നിങ്ങളത് വാദിച്ചോന്നേ. പിണറായി വിജയൻ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ലാൽകുമാർ, പിണറായി എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ കുറ്റം പറയുന്നത്? ലാൽകുമാർ ചോദിക്കുമ്പോൾ പിണറായി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന പരാതി. പറയട്ടെ അജിംസെ, അജിംസെ പറഞ്ഞ കേൾക്കൂ. ഈ പറയുന്ന ആൾക്കാർക്ക് സ്വൈര്യവികാരത്വമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ ചർച്ചാ വിഷയം എന്താ? നിങ്ങളുടെ ചർച്ചാ വിഷയം വഴി കിടന്ന് തൊഴി വാങ്ങിച്ചതിന്റെ കഥയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ആ ചർച്ചയിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾ എത്ര ആ തൊഴി വരുന്നത് എവിടെ നിന്നാണ് എന്നാണ് ലാൽകുമാർ ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇതൊന്നും ചുമ്മാ ആകാശത്ത് നിന്ന് പൊട്ടി വരുന്ന തൊഴികളല്ല. ഇതൊന്നും ആകാശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുന്നതല്ല. ഇതൊക്കെ ഉത്ഭവം എവിടെ നിന്നാണ്? അത് എവിടെ തടയണം? അതിന്റെ ഉറവിടത്തിൽ തടയാൻ കഴിയുന്നുണ്ടോ ഭരണകൂടത്തിന് എന്നാണ് ചോദ്യം. മറ്റിടത്ത് ഭരണകൂടം സ്പോൺസർ ചെയ്തതാണ്. ഇവിടെ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്നതല്ല, ഭരണകൂടം നോക്കി നിൽക്കുകയാണ്. ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. എത്ര നേരം വേണമെങ്കിൽ അജിംസിന് പറഞ്ഞുകൊണ്ടിരിക്കാം ഭരണകൂടം നോക്കിയിരിക്കുന്നുണ്ടോ, ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാന്നേ ഉള്ളൂ. ഈ പറയുന്ന ഡൽഹിയിൽ ഇരിക്കുന്ന ഒരുത്തൻ ഈ കമ്മ്യൂണൽ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ പിണറായി വിജയൻ എന്ത് ചെയ്യും? മലയാളിയായിരിക്കും. അവനായിരിക്കും ഇത് ഉണ്ടാക്കി വിടുന്നത്. അവൻ്റെ പുറകെ പിണറായി വിജയൻ പോകാണോ? അതാ പറയും. നിങ്ങൾ ഈ സൈബർ വേൾഡിൽ വർക്ക് ചെയ്യുമ്പം നിങ്ങൾ അതിൻ്റെ ആ ലിമിറ്റേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. താങ്കളെപ്പോലെ ഒരാൾ ഈ കാര്യത്തിൽ ഇടപെടുന്നത് സൂക്ഷിച്ച് ഗൗരവത്തിൽ സംസാരിക്കണം. എനിക്കതിനകത്ത് നിങ്ങളൊരു വിമർശനം ഉന്നയിക്കുകയാണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ. ഇത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമല്ലോ, വേണമെങ്കിൽ ചെയ്യാം, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ അങ്ങനെ ചുമ്മാ ബ്ലൈൻഡായിട്ട് എതിർക്കാനൊന്നും നിൽക്കുമൊന്നുമല്ല, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുകയല്ല. പക്ഷെ കുഴപ്പമില്ല, അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോവാണ്. ഭരണകൂടം തന്നെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഭരണകൂടം തന്നെ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും റിലീജിയസ് റൈറ്റും കേർട്ടേൽ ചെയ്യുന്ന ഒരു വിഷയത്തിനകത്ത് ഈ പറയുന്ന റിലീജിയസ് അനിമോസിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവർക്കെതിരെ സർക്കാർ നടപടി എടുത്തില്ലല്ലോ എന്നുള്ള ചർച്ചയിലേക്ക് നിങ്ങൾ മാറിയില്ലേ? ആ ചർച്ച അതിനാണോ സത്യത്തെ എന്നെ ഇന്ന് വിളിച്ചത്? ഏതാണ് അപകടമായിട്ട് നിൽക്കുന്നത്? ഏത് ചർച്ചയാണ് അപകടം? രണ്ട് അപകടമാണ് ലാൽകുമാർ. ഈ കാര്യത്തിൽ പിണറായിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നൊരു നാരേറ്റീവ് ശരിയല്ല. പിണറായി വിചാരിച്ചാൽ ഇത് തടയാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. കേരളം പോലൊരു സ്ഥലത്ത് പിണറായി തടയാൻ പറ്റുമോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. അതായത് പിണറായി സ്പോൺസേഡ് ആണ് ഇതിനകത്ത് ഞാൻ വിചാരിച്ചല്ല. സൈബർ വേൾഡിൽ നടക്കുന്ന കാര്യത്തിൽ പിണറായി വിചാരിച്ചല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ തടയാൻ പറ്റില്ല. ശരി, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ ഒറ്റയ്ക്ക് തടയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറഞ്ഞു പിണറായി തടഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഏതോ സ്ഥലത്ത് നിന്ന് കേന്ദ്രീകൃതമായ ഒരു സംവിധാനത്തിലിരുന്ന് കെ പി നൗഷാദ് സംവിധാനത്തിലിരുന്ന് പടച്ചുവിടുന്ന നുണകൾ, വിദ്വേഷ പ്രചാരണം, അങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്നത്. കേരളത്തിലും അതിന്റെ ഉത്ഭവം ചിലപ്പോൾ ലാൽകുമാർ പറയുന്ന ഡൽഹിയിലോ ബീഹാറിലോ ഒക്കെ ആയിരിക്കും. അവിടെ ഇരുന്നുകൊണ്ട് മലയാളത്തിൽ അച്ചടിച്ചു വിടുന്നതായിരിക്കും ഇവിടെ പ്രചരിപ്പിക്കുക. പിണറായി വിജയൻ എന്ത് ചെയ്യാനാണ് നിങ്ങൾ പിണറായി കുറ്റം പറയുന്നത്? കേരളത്തിൽ കരോൾ സംഘത്തിനെതിരെ ആക്രമണം നടക്കുന്നു. അത് CPM എന്ന് എഴുതി വെച്ചിട്ടാണ് അവിടെ ആക്രമണം നടന്നത്. ഈ സംഘപരിവാറിന്റെ ആക്രമണത്തിൽ നിന്ന് ഇവിടെ ഇടതുപക്ഷവും അതായത് LDF-ഉം CPM-ഉം ഒന്നും മുക്തരല്ല. വെറുതെ പിണറായി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മര്യാദ ഞാൻ ഈ പിണറായി വിജയൻ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. ഹലോ, അല്ല അത് ഞാൻ ഉദ്ദേശിച്ചല്ല. പക്ഷെ അജിംസ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിനെ കുറിച്ച് പറയുന്നത്. അജിംസ് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അജിംസ് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇവിടെ നമുക്ക് പിണറായി വിജയൻ എന്നൊരു നേതാവ് നിരാശപ്പെടുത്തുന്നത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. കാരണം അദ്ദേഹം ഇങ്ങനെ അല്ല പെരുമാറേണ്ടത്. കാരണം ഞാൻ ഒന്നാമത്തെ ഒറ്റ കാര്യം ഞാൻ ലാൽകുമാറിനോട് പറയും. ഇപ്പൊ പിണറായി വിജയന് കേരളത്തിലൊരു മതനിരപേക്ഷ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മതനിരപേക്ഷവാദികളുടെ ചാമ്പ്യൻ ആവണമെങ്കിൽ അദ്ദേഹം മാത്രമാണ് ഇന്ത്യ രാജ്യത്തെ ഏക CPM-ന്റെ മുഖ്യമന്ത്രി. CPM എന്ന പാർട്ടി ഒരു ഇടത് പാർട്ടിക്ക് ഇന്ത്യ മുന്നണിയിൽ എന്നും ഒരു ആശയപരമായ ഒരു പരിവേഷം കൂടിയുണ്ട്, പിൻബലം മാത്രമല്ല. അപ്പൊ അതിന്റെ ഒരു മുഖമായിട്ട് അദ്ദേഹത്തിന് കേരളത്തിലെ മതനിരപേക്ഷവാദികളെയൊക്കെ ചാമ്പ്യനാവാൻ അദ്ദേഹത്തിന് അവസരമുണ്ട്. അദ്ദേഹം ആ വഴിക്ക് പോകുന്ന
തോന്നുന്നില്ലല്ലോ. അയാള് പിന്നെ ബംഗാളിലും ത്രിപുരയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഉള്ള ഡേറ്റൊക്കെ അവിടെ ബാക്കി നിൽക്കെ കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വിദേശത്ത് വ്യവസായികളൊപ്പം ടൂർ പോയ ആളാണ്. എന്ത് രാഷ്ട്രീയ ബോധമാണ് പിണറായി വിജയനുള്ളതെന്ന് നമ്മളെപ്പോലുള്ള ആളുകൾ ചിന്തിച്ചു പോകും. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡ്. അതായത് ഇവിടെ ഈ പിന്നെ നിങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ BJP ജയിച്ച ഡിവിഷൻ നോക്കുക, അവിടെ 4500 വോട്ട് 5500 വോട്ട്. അത് വേറെ വിഷയമല്ലേ നൗഷാദ്, അത് വേറെ വിഷയമാണ്. എന്റെ ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ടതല്ല നൗഷാദ്. എന്റെ ക്വസ്റ്റ്യൻ വിദ്വേഷം തടയാൻ, വിദ്വേഷം ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഒരു ഉത്തരേന്ത്യൻ അനുഭവത്തിൽ നിന്ന് ഇവിടെ വിദ്വേഷം തടയാൻ ഭരണകൂടത്തിന് കഴിയുമായിരുന്നെന്ന് മാത്രമാണ് എന്റെ ചോദ്യം. അല്ല, ഇവിടെ തീർച്ചയായിട്ടും ഇവിടുത്തെ മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും പിണറായി വിജയനിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ലഭിക്കാതെ പോകുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ വിമർശനം വരുന്നത്. കാരണം അദ്ദേഹം അങ്ങനെ ഒരു ഇടത് പൊതുബോധവും അല്ല പ്രദർശിപ്പിക്കുന്നത് എന്ന് ഇടത് മനസ്സുള്ളവർക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം അജിംസ, ഇവിടെ ഇതിനൊക്കെ ഇപ്പൊ പിണറായി വിജയൻ ഏതായാലും അത് പ്രയോറിറ്റി ഉള്ള രാഷ്ട്രീയ എതിരാളി അല്ലല്ലോ നമ്മുടെ ഈ വിഷയത്തിന്. അതുകൊണ്ട് ഞാൻ ഈ വിഷയം എടുക്കാൻ ഉദ്ദേശമല്ല, അപ്പൊ വീണ്ടും ചോദിച്ചോണ്ട് മാത്രം പറഞ്ഞു പോയതാണ്. ഇവിടെ കെന്നഡി കരിമ്പകാലം ഒരു ചോദ്യം ചോദിച്ചതിന് ഒരു ഇസ്ലാമിക വിശ്വാസി എന്നുള്ള നിലയിൽ കൂടി എനിക്കൊരു മറുപടി പറയാനുണ്ട്. കാരണം അദ്ദേഹം ചോദിച്ചു, ഇന്ത്യയെയും പിന്നെ വിദേശ രാജ്യത്തെയൊക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചോദ്യം ചോദിക്കണം, പാകിസ്ഥാനെയൊക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട്. എനിക്ക് കെന്നഡിയോട് പറയാനുള്ളത്, ഈ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അവന്റെ രാജ്യസ്നേഹം. അതുകൊണ്ടൊരു മുസ്ലിമിനോട് നിങ്ങൾ പാകിസ്ഥാനൊക്കെ വിട്, നിങ്ങൾ ഒരു ഇന്ത്യ വേണോ സൗദി അറേബ്യ വേണോ എന്ന് ചോദിച്ചാലും അവന്റെ വിശ്വാസപ്രകാരം അവന് ഇന്ത്യ വേണമെന്ന് പറയാനേ കഴിയുള്ളൂ. കാരണം അത് അവരുടെ വിശ്വാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള മുട്ടാപ്പാക്ക് ചോദ്യങ്ങളൊന്നും ചോദിച്ച് വിഷമിക്കേണ്ട. ഞാൻ ആത്യന്തികമായിട്ട് അതിൽ ആധികാരികമായിട്ട് നിങ്ങളോട് പറഞ്ഞാണ്. പിന്നെ മറ്റൊരു കാര്യം, ബംഗ്ലാദേശിലൊരു പ്രശ്നം നടന്നാലും നമുക്ക് പ്രതികരിക്കണം, നമ്മൾ പ്രതികരിക്കും. അത് പാകിസ്ഥാനിൽ നടന്നാലും പ്രതികരിക്കും, ചൈനയിൽ നടന്നാലും പ്രതികരിക്കും, എവിടെ നടന്നാലും പ്രതികരിക്കും. നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഒരു പൊതുജീവി എന്നുള്ള നിലയിൽ നമുക്കുള്ള പ്രതികരണങ്ങൾ നമ്മൾ നടത്തും. അവിടെ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേക പ്രതികരണം നടത്തേണ്ട ബാധ്യതയൊന്നുമില്ല. കാരണം ഇന്ത്യക്കാരൊക്കെ ഒന്നാണ്. ഇന്ത്യയുടെ നയം എന്താണോ ആ വിഷയത്തിൽ അത് തന്നെയാണ് ഇന്ത്യൻ മുസ്ലിമിന്റെ നയം. നിങ്ങൾ അങ്ങനെ വേർതിരിച്ചിട്ട് ഇതിനിടയിലൂടെ നിങ്ങൾ വേണ്ടാത്ത വിഷം കയറ്റാൻ നോക്കണ്ട. അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങളുള്ളത്. താങ്കൾക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ താങ്കൾ ഇനി ഇതിന് മറുപടി പറഞ്ഞോളന്നില്ല. എനിക്ക് താങ്കളുമായിട്ട് ഗുസ്തി പിടിക്കാനും താല്പര്യമില്ല. അപ്പോൾ നിങ്ങളൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കരുത് എന്ന് മാത്രമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമതായിട്ട് അജിംസ, ഇവിടെ പിന്നെ ഈ വിഷയത്തിലൊക്കെ ഇവിടെ ബിഷപ്പുമാരൊക്കെ എന്തിന് വിരുന്നിന് പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നു കണ്ടു. പലപ്പോഴും നിങ്ങൾ ഉൾപ്പെടെ ആവർത്തിച്ചു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ അതിന്റെ മതനേതാക്കളൊക്കെ BJPയുടെയോ അല്ലെങ്കിൽ ഭരണ പിന്നെ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ ആയിട്ടുള്ള വിനിമയങ്ങളെ നമ്മൾ എതിർക്കേണ്ട കാര്യമല്ല. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തും നടന്നിട്ടുണ്ട്. അന്നും ഇവിടുത്തെ മുസ്ലിം നേതാക്കളും ബ്രിട്ടീഷുകാരും ഒക്കെ കൃത്യമായ വിനിമയങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ വല്ല ഒരു ചിന്ത മാത്രമേ ജോൺ ബ്രിട്ടാസിനെ പാലം എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് അതേ നിങ്ങൾ തന്നെയാണ്. അല്ല ബ്രിട്ടാസ് അല്ല അതല്ല, ഞാൻ ആശയപരമായിട്ടല്ല പറഞ്ഞത്. ഒരു ക്രിസ്മസ് വിരുന്നിന് പോകുന്നു. അല്ല, ബ്രിട്ടാസിന് എന്താ ആശയവിദ്യമാണോ വന്നത്? ഒരു MP എന്ന നിലയിൽ കേന്ദ്ര സർക്കാരുമായി സംസാരിച്ചതിന് നിങ്ങൾ പാലം എന്ന് വിളിക്കുന്നു. എന്താ ആശയവിദ്യമാണ് ബ്രിട്ടാസിനുണ്ടായത്? അല്ലല്ലല്ല, അത് നിങ്ങൾ ഡീലിനെയാണ് അജിംസ, ഡീലല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാം ഡീലാക്കല്ലേ. ഞാനിത് പറഞ്ഞത് അവിചാരിതമായി കണ്ടുമുട്ടി ഒരു ചായ ഓഫർ ചെയ്താൽ അത് കുടിക്കാതെ മുഖം വീർപ്പിച്ച് മടങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മതനേതാക്കളെ ചിലപ്പോൾ രാജ്യത്തെ ഭരണാധികാരികൾ വിളിക്കും, അവർക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് അവർ ആ പാർട്ടിയാണ് എന്നൊന്നും നിങ്ങൾ ചിത്രീകരിക്കരുത്. ഇവിടെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടിവരയിട്ട് തന്നിട്ടുണ്ട്. അപ്പോ അവരുടെ പിന്നെ മതനേതാക്കളുടെ വിനിമയങ്ങളിലൊക്കെ ഇനിയിപ്പോ നാളെ അവര് പിന്നെ കോൺഗ്രസ്സുകാരെ കാണും, ചിലപ്പോൾ മുസ്ലിം ലീഗുകാരെ കാണും, CPM-മാരെ കാണും. അതൊക്കെ അതിന്റെ ഒരു നേതൃത്വം അവരെ തല്ലിക്കൊല്ലുന്നത്. ഇവിടുത്തെ CPM-ഉം ലീഗും കോൺഗ്രസും അല്ലല്ലോ അവർ തല്ലിക്കൊല്ലുന്നത്. നിങ്ങൾ എന്തൊരു ജനറലൈസേഷൻ ആണ് ഈ ചെയ്യുന്നത്? അല്ല, ഇതിന് അജിംസ അങ്ങനെയല്ല. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ഞാനിതൊരു ക്രിസ്ത്യൻ നേതാക്കളെ മാത്രം ഉദ്ദേശിച്ചിട്ടില്ല, മുസ്ലിം നേതാക്കളെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതൊരു
ഉന്നത തല തങ്ങളുടെ സമുദായത്തിന്റെ വിഷയങ്ങളൊക്കെ ഭരണാധികാരികളോട് പറയേണ്ടി വരില്ലേ? അങ്ങനെ പല വിശ്വാസപരമായ പല ചർച്ചകളും വേണ്ടി വരില്ലേ? ഇപ്പൊ ഈ രാജ്യത്ത് തന്നെ ഈ വഖഫ് ബോർഡും ഉമീദ് പോർട്ടൽ രജിസ്ട്രേഷനും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭരണാധികാരികളുടെ അടുത്ത് പോയിട്ടല്ലേ ഇവിടുത്തെ എംപിമാരും മുസ്ലിം ലീഗ് പ്രതിനിധികളും കോൺഗ്രസ് പ്രതിനിധികളും എല്ലാവരും പോയി കാണുന്നില്ല. അത്തരം വിനിമയങ്ങളാകാമെന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ ജോൺ ബ്രിട്ടാസിനെ പോലെ അവിടുത്തെ ആശയം ഇങ്ങോട്ട് കടം കൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്ന ബാർട്ടർ സമ്പ്രദായത്തിന്റെ ദലാൽ പണിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പൊതു ഇടങ്ങളിൽ ക്രിസ്മസ് വിരുന്നിന് പോയതിനെ നിങ്ങൾ വേറൊരു അർത്ഥത്തിൽ കാണേണ്ടതില്ല എന്ന് പറയാനാണ് ഇതൊക്കെ പറഞ്ഞത്. ശരി, ശ്രീ റിജു കാഞ്ഞുകാരൻ, ഈ കേക്ക് വിരുന്ന് നയതന്ത്രം കൊണ്ട് എത്ര നാൾ ക്രൈസ്തവർ ഇന്ത്യയിൽ സുരക്ഷിതരായിരിക്കും? അല്ല, അത് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നൗഷാദ് അലി പറഞ്ഞ കാര്യത്തിലൂടെ ഞാനൊന്ന് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നൗഷാദ് അലി പറഞ്ഞ പോലെ ഒരു വിരുന്നിൽ ഒരു ക്രൈസ്തവ ആഘോഷം നടക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമായ ഒരു വിരുന്നിൽ പങ്കെടുക്കുന്നതിനെയല്ല ഞങ്ങൾ വിമർശിച്ചത്. ഞാൻ വിമർശിച്ച് പറഞ്ഞതും അതിനെയല്ല. ഇന്നേ ദിവസം ഇവിടെ ക്രൈസ്തവർക്ക് നേരെ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, നമ്മുടെ പ്രതിഷേധം അറിയിക്കാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കണമായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഇപ്പോഴും പറയുന്നു. അതല്ലാതെ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിലോ ഇത്തരത്തിലുള്ള ചായ സൽക്കാരങ്ങളിലോ ഇത്തരത്തിലുള്ള പരസ്പരമുള്ള വിനിമയങ്ങളിലോ ഒന്നിലും പങ്കെടുക്കാതെ ഞങ്ങൾ നിങ്ങളോടൊപ്പമല്ല, ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കില്ല എന്ന് മാറി നിൽക്കണം എന്ന അർത്ഥത്തിലല്ല. പക്ഷെ ഇന്ന് കൃത്യമായി ഇതിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധം പ്രകടിപ്പിക്കണമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും കത്തോലിക്ക സഭയ്ക്കോ ഞങ്ങൾക്കും ഇല്ല. കാരണം കെന്നഡിയുടെ സംഘടനയുടെ പേര് ക്രിസ്ത്യൻ കൗൺസിൽ. അതിനെക്കുറിച്ച് അദ്ദേഹം ലാൽ പറഞ്ഞാണ് കറക്റ്റ്, കെന്നഡി എന്ന വാക്ക് ഉപയോഗിച്ചതിന്. കാരണം കെന്നഡി മാത്രമുള്ള ഒരു സംഘടനയാണ് ക്രിസ്ത്യൻ കൗൺസിൽ എന്ന് പറയുന്നത്. കാരണം ക്രിസ്ത്യൻ എന്ന് ഉപയോഗിക്കുന്നതിനുള്ള വിഷമം മാത്രമേ ഞങ്ങൾക്കുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അൽമായ മുന്നേറ്റത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വരുന്നതെങ്കിലും ഞാൻ ക്രൈസ്തവ സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യാൻ, അൽമായ മുന്നേറ്റം എന്ന സംഘടനയെ റെപ്രസെന്റ് ചെയ്യാനല്ല ഞാൻ ആഗ്രഹിക്കുക. ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ ഞങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ, ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ കത്തോലിക്ക സഭാ നേതൃത്വം വേണ്ട രീതിയിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നില്ല, കൃത്യമായി അവരുടെ പ്രതിഷേധങ്ങളിൽ അവർ ഭാഗമാക്കാവുന്നില്ല എന്ന നിലപാട് ഞങ്ങൾ ഇപ്പോഴും പറയുന്നേ. ഞങ്ങൾക്ക് അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ സർക്കാരുകളുമായി തമ്മിലടിക്കണമെന്നോ അവരുമായി നിരന്തരം പോരാട്ടം നടത്തണമെന്ന അർത്ഥത്തിലല്ല. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായി അത് എത്തിക്കേണ്ട വേദികളിൽ, അത് പറയേണ്ട വേദികളിൽ, അവതരിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ, അത് വിദേശ രാജ്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിലാണെങ്കിൽ അവിടെ, ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിലാണെങ്കിൽ അവിടെ, ന്യൂനപക്ഷ അവകാശ സംരക്ഷണ മേഖലയിലാണെങ്കിൽ അവിടെ, നമ്മൾ പറയേണ്ട മേഖലയിൽ കൃത്യമായി അത് അവതരിപ്പിക്കുവാൻ ഞങ്ങളുടെ നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അവിടെയൊക്കെയാണ് അൽമായ അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിന് പലപ്പോഴും മുന്നിട്ടിറങ്ങേണ്ടി വരും. കാരണം നമ്മൾക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് എടുത്തു ചാടി സഭാ നേതൃത്വത്തെ അല്ലെങ്കിൽ മെത്രാന്മാരെ പോലെ സർക്കാരുമായി ഫൈറ്റ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. സർക്കാരിനുമായി നേരിട്ട് ഇടപെടാനും സർക്കാരുമായി നേരിട്ട് ഈ വിഷയങ്ങളിൽ കൃത്യമായി പ്രതിഷേധം അറിയിക്കാനും പ്രതിഷേധത്തിന് ജനങ്ങളെ സജ്ജമാക്കാനും സഭാ നേതൃത്വത്തിനാണ് സാധിക്കുക. അവർ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയാൽ അവരോടൊപ്പം നിൽക്കാൻ ഇവിടുത്തെ ലക്ഷക്കണക്കിന് വിശ്വാസ സമൂഹം ഉണ്ടാവും. ഈ കെന്നഡി പറഞ്ഞ പോലെ 90% ചെറിയ 10 ലക്ഷം വരുന്ന വിശ്വാസികളുടെ കണക്കല്ല. ഇവിടുത്തെ 20% ആളുകൾ എന്ന് പറയുന്നത് അത്ര വലിയ സമൂഹമാണ്. ഇവിടുത്തെ വിശ്വാസ സമൂഹം അത്ര അലർട്ടാണ്. അവർ അലർട്ടായതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷനിലൊക്കെ ഈ കാസ പോലുള്ള സംഘപരിവാർ സംഘടനകൾ എന്തൊക്കെ കുത്തിത്തിരിപ്പും സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ചെയ്തിട്ടും അതൊന്നും ക്രൈസ്തവ സമൂഹത്തിനെ ബാധിക്കാതെ കൃത്യമായി ക്രൈസ്തവ സമൂഹം അവരുടെ കൃത്യമായ നിലപാട് എല്ലാ സ്ഥലത്തും കാണിച്ചത്. അതിന് ബി ജെ പിയുടെയോ സംഘപരിവാറിനോ ഒരു അജണ്ടയും അവിടെ ഓടില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് അവരുടെ പാർട്ടി വളർച്ചയ്ക്ക് വേണ്ടി അവർ ഈ ക്രൈസ്തവ വിശ്വാസത്തെ അല്ലെങ്കിൽ ഈ ക്രിസ്മസിനെ എങ്ങനെ ഉപയോഗിക്കാം, അവർക്ക് നോർത്ത് ഇന്ത്യയിൽ വർഗീയത പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും എന്താണ് അജണ്ട എന്ന് വിശദീകരിക്കാമോ? മറ്റൊരു കാര്യം, ഇനി കെന്നഡി ആണെങ്കിലും കേരളത്തിന് വെളിയിൽ പോയി സംഘപരിവാറിന് അടി കൊണ്ടാൽ അത് ഇന്തോനേഷ്യയിലെയും പാകിസ്ഥാനിലെയും അത്ര അടിയില്ല, അത്ര തീവ്രമായ അടിയല്ല, അല്ലെങ്കിൽ അത്ര എണ്ണം അടിയില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുമോ? അജിംസ എന്താണെന്നറിയാമോ, ഞാൻ ഈ അടി കൊണ്ടതോ അല്ലെങ്കിൽ അടിക്കാൻ വന്നതോ അതിനെ ന്യായീകരിക്കുകയോ ഡിഫെൻഡ് ചെയ്യുകയോ അല്ല എൻ്റെ ഉദ്ദേശം. ഈ നടക്കുന്ന ഒറ്റപ്പെട്ട ഈ വിഷയങ്ങൾ എടുത്തുകൊണ്ടുവന്ന് പർവ്വതീകരിക്കുമ്പോൾ ഇത് ഒറ്റപ്പെട്ടതൊന്നും അല്ല കെന്നഡി. കെന്നഡി ഇത് ഒറ്റപ്പെട്ടതേ അല്ല. പോകുന്നു.
ഈ വർഷം മാത്രം 800 ആക്രമണ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് 2025 മാത്രം. 2014 ശേഷം ഈ ഒക്ടോബറിൽ വരെ ഏറ്റവും കൂടുതൽ ആക്രമണ സംഭവങ്ങൾ ഉണ്ടായ വർഷമാണിത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. എന്നിട്ട് ഒറ്റപ്പെട്ട സംഭവം അജിംസെ പലസ്തീനിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ വീണ്ടും പലസ്തീനിലേക്ക് എന്നാ ഉക്രൈനിലൂടെ ഒന്ന് പോയിട്ട് വാ. നിങ്ങൾക്ക് എന്താ അത് തമ്മിൽ വ്യത്യാസം? ഇവിടെ ഇന്ത്യയിലെ കാര്യം പറ. എന്താ വ്യത്യാസം? അതാണ് അജിംസെ എന്റെ കാര്യം. നിങ്ങൾ പറയുമ്പോൾ പലസ്തീന് വേണ്ടി പറയും, ഗാസയ്ക്ക് വേണ്ടി കരയും. അതിനേക്കാളൊക്കെ എത്രയോ 10,000 കൊല്ലപ്പെട്ടു കെനിയയിൽ, നൈജീരിയയിൽ. നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം നിങ്ങളത് പറഞ്ഞോളൂ. അതായത് സംഖ്യകൾ അടിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, വേറെ ആരെങ്കിലും അടിച്ചാൽ പ്രശ്നമാണ്. അതാണോ കനഡയിലെ സംഖ്യകൾ 4 തല്ലിക്കോട്ടെ? അതാണോ കനഡയിലെ? ഒന്ന് തുറന്നു പറ, വ്യക്തമായി പറ. നൗഷാദ് അലി ശ്രീ KP നൗഷാദ് അലി അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാനുമായിട്ട് തല്ലുപിടിക്കാനില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതികളുണ്ട്. ശ്രീ നൗഷാദ്, ജനാബ് നൗഷാദ് എന്ന് ഞാൻ വിളിക്കട്ടെ ബഹുമാനത്തോടെ. താങ്കൾക്കറിയാമല്ലോ, ഇന്ത്യയുടെ 3ാമത്തെ പ്രസിഡന്റായിരുന്നു സക്കീർ ഹുസൈൻ, 5ാമത്തെയായിരുന്നു ഫഖറുദ്ദീൻ അലി അഹമ്മദ്, 11ാമത്തെയായിരുന്നു APJ അബ്ദുൽ കലാം. ഇവരാരും മരിച്ചിട്ട് കേരളത്തിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇന്ത്യയിൽ കലാപമുണ്ടാക്കിയ, ഇന്ത്യക്കാരെ കൊന്ന, ഇന്ത്യയിലെ കോടതികൾ തൂക്കിക്കൊല്ലാൻ വിധിച്ച അജ്മൽ കസബിന് വേണ്ടി ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്തി. എവിടെയാണ് കെന്നഡി കരിമാലോ പച്ചക്കള്ളം എന്ന് പബ്ലിക് ഡൊമൈനിൽ പറയുന്നത്? നിങ്ങൾ അതൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊണ്ടേ പ്രചരിപ്പിക്കുക. അതിനെതിരെയാണ് നമ്മളിവിടെ ചർച്ച നടത്തുന്നത്. നിങ്ങൾ പച്ചക്കള്ളം ഇവിടെ എന്ന് പറയുന്നത് കേട്ടോ. ഒരു വെല്ലുവിളിയില്ല, നിങ്ങൾ നോണയാ പറയുന്നത്. വെല്ലുവിളിയില്ല, ഒരു വെല്ലുവിളിയില്ല. പറ്റുമെങ്കിൽ അത് പിൻവലിച്ച് മാപ്പോ. വെറുതെ പച്ച നുണയും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. നാളെ ചർച്ചയ്ക്ക് വെക്കാമോ? എവിടെ ചർച്ച? അതിനൊന്നും ചർച്ചയേ വേണ്ട, അതിന് ചർച്ചയേ വേണ്ട. പച്ചക്കള്ളം വിളിച്ചു പറയരുത്. ഞാൻ വിത്ത് എവിഡൻസ് കൊണ്ടുവരാം. എന്ത് എവിഡൻസ്? എവിടെ കൊണ്ടുവരാൻ? എവിടെ കൊണ്ടുവരാൻ നിങ്ങൾ എവിഡൻസ്? ജനസമക്ഷം അജിംസ് ചീത്തയാവുന്നു, മോശമാവുന്നു അജിംസിന്റെ മുഖം. നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിക്കുന്ന പോലെ അതൊരു പബ്ലിക് ഡൊമൈനിൽ ഒന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു ഉളുപ്പില്ലാതെ. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒരു സോഷ്യൽ മീഡിയ തന്നെയാണ്. ആയിക്കോട്ടെ. ആര് പറഞ്ഞു ചാനലുകൾ പറയുന്നത് മാത്രമാണ് സത്യമെന്ന്? നിങ്ങളോട് ആര് പറഞ്ഞു? വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒന്നായിരിക്കും അത്. അജ്മൽ കസബൊക്കെ ഇപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒന്നായിരിക്കും. വിശ്വസിക്കുന്നത് വളരെ കുറച്ചു പേരാണ്. ശരി കരിമ്പങ്കാല, ശരി, വളരെ നന്ദി, വലിയ ഉപകാരം, വളരെ നന്ദി. ശ്രീ കരിമ്പങ്കാല, ശ്രീ റിജു കാഞ്ഞുകാരൻ, KP നൗഷാദ് അലി, ലാൽകുമാർ, ഇത്രയും സംസാരിച്ചു.